ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഭക്ത മീഡിയ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് പോയിന്റേഴ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, പോയിന്റേഴ്സ്. ഓക്കെ, ബിക്കോസ് ഈ ടോപ്പിക് എന്ന് പറഞ്ഞാൽ പലർക്കും, എനിക്ക് പോലും ഇപ്പോഴും നല്ല ടഫ് ഉള്ള ഒരു ടോപ്പിക് തന്നെയാണ് പോയിന്റേഴ്സ് എന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താ അറിയാമെന്നുള്ളത് നിങ്ങളെ മൊത്തമായിട്ട് പഠിപ്പിക്കാനായിട്ട്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ്ലി എന്താണ് പോയിന്റേഴ്സ് നമുക്ക്, അതായത് ഞാൻ ഇവിടെ ഒരു രണ്ട് സ്ഥലങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇത് അഡ്രസ്സാണ്, അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലമാണ്. അഡ്രസ്. ഓക്കെ, അപ്പൊ ഇവിടെ അഡ്രസ്സ് നമ്മൾ സ്റ്റോർ ചെയ്യും. ആൻഡ് ലൈക്ക് ഇത് നമ്മുടെ മെമ്മറിയാണ് കേട്ടോ. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ കുറച്ച് വേരിയബിൾസ് സ്റ്റോർ ചെയ്യാണ്. ഓക്കെ, വേരിയബിൾ. ഓക്കെ, ഇത് വേരിയബിൾസ്, ഇവിടെ അഡ്രസ്സ് ഉണ്ട്. ഓക്കെ, ആക്ച്വലി നമ്മളിപ്പോൾ ഇവിടെ എന്താ പറയാ, ഇൻറ്റ് എ അസൈൻ 10 എന്ന് കൊടുക്കുമ്പോൾ എന്താ ഇവിടെ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡ്രസ്സ് ഒരു അഡ്രസ്സിലായിരിക്കും ഇത് സ്റ്റോർ ആവുക. നമുക്ക് ഇവിടെ മെമ്മറി എന്ന് കൊടുക്കും. ഐ തിങ്ക് കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, മെമ്മറി. ഓക്കെ, ഇത് മെമ്മറിയാണ്. ആൻഡ് ഇത് നമ്മുടെ വേരിയബിൾസ്, സ്റ്റാക്കിൽ നമ്മൾ വേരിയബിൾസ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണ്. അതിന് നമ്മളിങ്ങനെ വേരിയബിൾ സ്റ്റോർ ചെയ്യുമ്പോൾ മെമ്മറിയിൽ എന്തുണ്ട് ഒരു അഡ്രസ്സ് ക്രിയേറ്റ് ആവും. ഓക്കെ, അഡ്രസ്സ് ക്രിയേറ്റ് ആവുന്നതാണ് ഇങ്ങനെ എക്സ് ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനെ എന്തെങ്കിലും അഡ്രസ്സ് ഒരു ക്രിയേറ്റ് ആവും. ആൻഡ് ഈ അഡ്രസ്സിന്റെ ഉള്ളിൽ ആയിരിക്കും ഈ ഒരു വാല്യൂ സ്റ്റോർ ആവും. അതായത് ഈ 10 എന്ന് പറഞ്ഞ വാല്യൂ ഇതിന്റെ ഉള്ളിലായിരിക്കും സ്റ്റോർ ആവുക. ഓക്കെ, ഗോട്ട് ഇറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഈ അഡ്രസ്സ് ക്രിയേറ്റ് ആവും, അതിനുശേഷം അതിൻ്റെ ഉള്ളൊരു വാല്യൂ സേവ് ചെയ്യും. അപ്പോൾ അഡ്രസ്സും വാല്യൂ ആണ് ആക്ച്വലി ഒരു മെമ്മറിയിനകത്തുള്ളത്. ആൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അഡ്രസ്സ്, ഈ എ എന്ന് പറഞ്ഞ സാധനത്തിന്റെ അഡ്രസ്സ് കിട്ടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് റെഫറൻസ് ഓപ്പറേറ്റർ. ഓക്കെ, അതായത് ഇങ്ങനെയാണ് ഇതിന്റെ അഡ്രസ്സ് കിട്ടുന്നത്. ലൈക്ക് ആൻഡ് എ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അഡ്രസ്സ് കിട്ടും. അഡ്രസ്സ് കിട്ടാന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക, ഈ ഒരു വാല്യൂ കിട്ടും. അതെങ്ങനെയാണ് ഞാൻ ഇപ്പോൾ കാട്ടിയത്. ഞാൻ നിങ്ങൾക്ക് പ്രോഗ്രാം ടിക്കറ്റ് കാട്ടിയിട്ടുമ്പോഴായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാവും. നമ്മൾ ഈ അഡ്രസ്സ് കാണിക്കുന്നത് CLG ആണ്, ബാക്കിയുള്ളതൊക്കെ C++ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓൾസോ C++ ചെയ്യണമെങ്കിൽ ഞാൻ C++ ആവാം, ബിക്കോസ് ബോത്ത് ആർ ഓൾമോസ്റ്റ് സെയിം. നിങ്ങൾക്ക് സിയിൽ ചെയ്യണതൊക്കെ C++ലും ചെയ്യാൻ പറ്റും. ഓക്കെ, സോ C++, IOStream, as include IOStream. അത് കഴിഞ്ഞിട്ട് യൂസിങ് നെയിം സ്പേസ് std. ആൻഡ് നമുക്ക് വേണ്ടത് ഒരു ഇൻറ്റ് മെയിൻ വേണം. നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റ് എ 10 എന്ന് കൊടുക്കുകയാണ്. ദെൻ അതിനുശേഷം ഈ എയുടെ അഡ്രസ്സ് പ്രിന്റ് ചെയ്ത് കാണിക്കും. എയുടെ വാല്യൂ അഡ്രസ്സും ബോത്ത് ഞാൻ രണ്ടും പ്രിന്റ് ചെയ്ത് കാണിക്കും. സി ഔട്ട് അഡ്രസ് അല്ലെങ്കിൽ വാല്യൂ ആദ്യം വിളിക്കും. വാല്യൂ ഓഫ് എ, വാല്യൂ ഓഫ് എ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ എ പ്രിന്റ് ചെയ്യും. ഓക്കെ, അതിനുശേഷം രണ്ടിൽ കൊടുക്കാം. രണ്ടിൽ അഡ്രസ്, അഡ്രസ് ഓഫ് എ. ഓക്കെ, എ സ്മോൾ എ. ഞാൻ ഇവിടെ അഡ്രസ്സും പ്രിന്റ് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. കോഡ് റൺ ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. വാല്യൂ ഓഫ് എ എന്ന് പറയുന്നത് 10 ആണ്. ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ മനസ്സിലാകും. ഓക്കെ, വാല്യൂ ഓഫ് എ എന്ന് പറയുന്നത് 10ഉം അതുപോലെ അഡ്രസ്സ് ഇത് അഡ്രസ്സും കിട്ടി. ഞാൻ ഈ അഡ്രസ്സ് ഒന്ന് കോപ്പി ചെയ്യാണ്. അപ്പോൾ നമുക്ക് ശരിക്കുള്ള അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ എ എന്ന് പറയുന്നത് ഇതിന്റെ അഡ്രസ്സ് ഇതും അതുപോലെ തന്നെ വാല്യൂ ഇതും അത് നിങ്ങൾക്ക് സെറ്റ് ആയിരിക്കും. ഇനി നമുക്ക് പോയിന്റേഴ്സ് എന്നാണ്. പോയിന്റേഴ്സ് എന്ന് പറഞ്ഞ സാധനത്തിൽ സേവ് ചെയ്യാൻ ഈ വാല്യൂ അഡ്രസ് ആയിട്ട് സേവ് ആവും. അപ്പൊ ഞാൻ അവിടെ പോയിന്റർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ലൈക്ക് അതൊക്കെ വിടാം. ജസ്റ്റ് ഇമാജിൻ ചെയ്യാം, ഒരു അഡ്രസ്സ് വാല്യൂ ആയിട്ട് സേവ് ചെയ്യുന്ന ഒരു വേരിയബിൾ ആണ് പോയിന്റർ. ഓക്കെ, അതായത് ഒരു അഡ്രസ്സ് വാല്യൂ ആയിട്ട് സേവ് ചെയ്യുന്ന ജസ്റ്റ് ഒരു വേരിയബിൾ ആണ് പോയിന്റർ. ഓക്കെ, അപ്പൊ അതായത് ഞാനിവിടെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആൻഡ് ഈ വേരിയബിളിൻ്റെ അകത്ത് ഞാൻ ഇൻറ്റ് വെച്ച് തന്നെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല. ഇൻറ്റ് അല്ലെങ്കിൽ ഒരു വേരിയബിൾ ലൈക്ക് ദിസ് ഇസ് വേരിയബിൾ, ഇത് ടൈപ്പ് ഡാറ്റ ടൈപ്പ് ഏത് വേണമെങ്കിൽ ആയിക്കോട്ടെ, ഒരു വേരിയബിൾ ആണ്. ആൻഡ് ഇതിൻ്റെ അകത്ത് നമ്മൾ സേവ് ചെയ്യാൻ പോകുന്നത് ഒരു അഡ്രസ് ആണ്. അതായത് എ എന്ന് പറഞ്ഞ സാധനത്തിന്റെ അഡ്രസ് ആണ് നമ്മൾ സേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എ എന്ന് പറഞ്ഞ സാധനത്തിന്റെ അഡ്രസ്സ് ഞാൻ
ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വാല്യൂ ആയിട്ട് വെക്കുക. amount bring to control ഇതിൽ നമ്മളിങ്ങനെ സേവ് ചെയ്ത് വെക്കുകയാണ്. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കും. ആൻഡ് ഇതിൻ്റെ അഡ്രസ് ബി ലൈക്ക് സോ ഇതുപോലെ ഞാൻ അപ്പൊ ഈ പി എന്ന് പറഞ്ഞതിന്റെ അഡ്രസ്സ് ഇതായിരിക്കും. ആൻഡ് നമുക്ക് ഇതിന്റെ ശരിക്കുള്ള അഡ്രസ്സ് തന്നെ നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, ഇപ്പോ സ്റ്റാർ പി ആംപർസാൻഡ് ഇതെന്താ ഞാൻ പറഞ്ഞുതരാം, ഡോണ്ട് വറി. ആൻഡ് വാല്യൂ ഓഫ് പി into p and address of p equal to ampersand p. Okay. And ഇതിന്റെ വാല്യൂ നമുക്ക് ആക്സസ് ചെയ്യണം. ജസ്റ്റ് ഇങ്ങനെ ഇട്ടാൽ മതി, വാല്യൂ ഓഫ് പി എന്ന് പറഞ്ഞു. ഓക്കെ, ആൻഡ് നമുക്കിതൊന്ന് ജസ്റ്റ് പ്രിന്റ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ഔട്ട്പുട്ട് കിട്ടും. വാല്യൂ ഓഫ് പി എന്ന് പറയുന്നത് ഇതാണ്. ആൻഡ് അഡ്രസ് ഓഫ് പി എന്ന് പറയുന്നത് ഇതാണ്. ഈ അഡ്രസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഞാനിത് ഫുള്ള് വിഷ്വലൈസ് ചെയ്ത് കാട്ടിയിരുന്നു. ഓക്കെ, സോ ദിസ് ഈസ് പി ആൻഡ് ദിസ് ഈസ് എ. ഞാൻ ഇവിടെ മുകളിൽ ഇപ്പോൾ ജസ്റ്റ് എഴുതി വയ്ക്കാം. ദിസ് ഈസ് പി. ഓക്കെ, അതായത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്റെ അകത്ത് ഈ ഒരു അഡ്രസ് ആയിരിക്കും നമ്മൾ സേവ് ചെയ്ത് വെക്കുക. അപ്പൊ അങ്ങനെ അഡ്രസ് സേവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് ആണ് ആക്ച്വലി പോയിന്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പോയിന്റേഴ്സ് യൂസ് ചെയ്തിട്ട് വേറെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഫസ്റ്റ് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ഇതാണ്, ഒരു അഡ്രസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പോയിന്റ്. ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നതിന്റെ കാരണം അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് അഡ്രസ് ആയിരിക്കും, ഏതെങ്കിലും ഒരു വാല്യൂബിളിന്റെ അഡ്രസ് ആയിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഞാനിത് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ് നിങ്ങളെ ഇല്ല. ഓക്കെ, ദെൻ നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഞാനിപ്പോ ഇങ്ങനെ ഒരു സിൻടാക്സിലാണ് ക്രിയേറ്റ് ചെയ്തത്. എന്തിനാണ് ഞാൻ ഇങ്ങനെ ഒരു സിൻടാക്സിൽ ക്രിയേറ്റ് ചെയ്തത് അത് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഇതല്ലാണ്ട് എങ്ങനെയാണ് നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ അത് ഒന്ന് സിയിൽ ഞാൻ കാട്ടി തരാം. അതായത് ഞാനിവിടെ ഇൻഡ് എ അസൈൻ തന്നെ നോക്കുകയാണ്. ആൻഡ് ഞാൻ ഒരു അൺസൈൻഡ് ഇൻറ്റിജർ യൂസ് ചെയ്യാം. അൺസൈൻഡ് പി ഇൻറ്റ് പി അസൈൻ അഡ്രസ് എ. അതായത് നമുക്ക് ഇങ്ങനെ അഡ്രസ്സ് വരുന്നത് ഒരു ഹെക്സാഡെസിമൽ വാല്യൂ ആണ്. അപ്പൊ ഈ വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു സാധനം എന്തായാലും ഇങ്ങനെ കിട്ടിയാൽ പോരാ. എങ്ങനെ കിട്ടിയാൽ പോരാ, സാധാ പോലെ കിട്ടിയാൽ പോരാ. അത് എന്തായാലും ഒരു അൺസൈൻഡ് ആയിട്ടൊരു കുറച്ച് വലിയൊരു സാധനം സ്റ്റോർ ചെയ്യുന്നതിൽ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യും. എന്നിട്ടാണ് ഞാൻ ഇവിടെ അൺസൈൻഡ് ചെയ്യുന്നത്. ദെൻ ഇറ്റ്സ് ഇല്ലീഗൽ വേ. നിങ്ങൾ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇങ്ങനെ ശരിയായിട്ടുള്ള ഒരു മെത്തേഡ് അല്ല. ഓക്കെ, ഇപ്പോൾ പ്രിന്റ് എന്താ പറയാ, വാല്യൂ ഓഫ് പി നോക്കാം. ആൻഡ് നമുക്കിവിടെ ആംപർസാൻഡ് പി ആണ് പോയിന്റേഴ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ആൻഡ് പി നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം. ആൻഡ് ഇവിടെ നിങ്ങൾക്കൊരു ഇത് കിട്ടുന്ന കാണാൻ പറ്റും. അതായത് ഇതിന്റെ അഡ്രസ് ആണിത്. ആൻഡ് നമുക്ക് ആഡ് അഡ്രസ് ഒന്ന് ജസ്റ്റ് പ്രിന്റ് ചെയ്ത് കൊടുക്കാം. പ്രിന്റ് അഡ്രസ് ഓഫ് എ. നമുക്ക് ഇവിടെ അഡ്രസ്സിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ എൽ യു യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പി വെച്ച് നോക്കാം. എ. ഓക്കെ, അവിടെ ഒരു സ്ലാഷ് എന്തിനാണെന്ന് വെച്ചാൽ അടിയിലത്തെ വരിയിൽ ഉണ്ടായി വരാം. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും എയുടെ അഡ്രസ്സും പിയുടെ അഡ്രസ്സും ഇറ്റ്സ് സെയിം. ഓക്കെ, സെയിം ആണ്. പക്ഷേ എന്താണ് പ്രശ്നം, റെഫറൻസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോഴാണ് നമ്മുടെ പോയിന്റേഴ്സിന്റെ മെയിൻ കോൺസെപ്റ്റിലോട്ട് വരുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചു എന്തിനാണ് നമ്മളൊരു എന്താ പറയാ അഡ്രസ് സ്റ്റോർ ചെയ്യാനാണ് വേണ്ടിയിട്ടാണ് പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ പോയിന്റേഴ്സ് എന്തുകൊണ്ട് നമുക്ക് അൺസൈൻഡ് നോർമൽ രീതിയിൽ എന്തുകൊണ്ട് ഇനീഷ്യലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല? എന്തുകൊണ്ടാണ്? അതായത് നമ്മളിപ്പോ ആക്ച്വലി മെയിൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഇൻഡ്
സ്റ്റാർ പി ഇങ്ങനെയാണ് നമ്മൾ ഒരു പോയിന്ററിനെ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് ഡീറെഫറൻസ് ചെയ്യുന്നെങ്കിൽ ഇതിന് ഇങ്ങനെ ചെയ്താലേ നമുക്ക് ഡീറെഫറൻസ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ചെയ്താലേ നമുക്ക് ഇതിന്റെ എന്താ പറയാ കറക്റ്റ് ആയിട്ട് ഈ ഒരു സാധനം നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത് ആക്ച്വലി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്താലേ നമുക്ക് ഇതിപ്പോ ഔട്ട്പുട്ട് വരുന്ന രണ്ട് സെയിം ആണ്. 0 0 0 0 എന്ന് പറഞ്ഞിട്ട് രണ്ടിന്റെ ഔട്ട്പുട്ട് സെയിം ആണ്. അൺസൈൻഡ് ഇൻഡിജർ നോക്കിയപ്പോഴും ഇങ്ങനെ നോക്കിയപ്പോഴും നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് രണ്ട് സെയിം ആണ്. ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡീറെഫറൻസ് ചെയ്യാനായിട്ട്. ഓക്കെ, കാണിച്ചു തരാം. ഇവിടെ പോയിന്റർ മാറ്റിയിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഡീറെഫറൻസ് ചെയ്തിട്ട് പറ്റും. ഇതിന്റെ വാല്യൂ നമുക്ക് പഠിപ്പിച്ചിട്ട് ഞാൻ അത് എങ്ങനെയാ പറഞ്ഞത്. നമ്മളിപ്പോ ഞാൻ അൺസൈൻഡ് ഇൻഡിജർ ആണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്കിത് ഡീറെഫറൻസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ബിക്കോസ് ഇതൊരു പോയിന്റർ അല്ലാത്തത് ഇത് ഡീറെഫറൻസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന ഡൗട്ടാണ് ഇതുപോലെ അൺസൈൻഡ് ഇൻഡിജർ ആയിട്ട് നമുക്ക് വെച്ചുവിടാതെ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചു. ഈ സ്റ്റോർ ചെയ്ത് വെക്കുന്ന എന്തിനാണ്, നമുക്ക് എവിടെയെങ്കിലും അറ്റ് എ പോയിന്റ് ഓഫ് ടൈം നമുക്ക് ഇതിന്റെ വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്യണം. അതായത് ഈ പിന്റെ ഉള്ളിലത്തെ വാല്യൂ നമുക്ക്, അതായത് ഈ പിയിൽ ഉള്ള അഡ്രസ് ഉണ്ട്, ഈ അഡ്രസ്സിന് ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ, ആ വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്യും. അതായത് പിക്ക് ഓൾറെഡി ഒരു അഡ്രസ് ഉണ്ട്. ആ പിയുടെ അകത്ത് നമ്മൾ വാല്യൂ ആണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. ആ വാല്യൂ എന്ന് പറഞ്ഞാൽ വേറൊരു വേരിയബിളിന്റെ അഡ്രസ് ആണ്. ആൻഡ് ഈ അഡ്രസ്സിലുള്ള വാല്യൂ നമുക്ക് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം നമുക്ക് ഇത് പ്രിന്റ് ചെയ്യണം. ഈ 10 എന്നുള്ള വാല്യൂ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം പി വെച്ചിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യണം. എ വിളിക്കാണ്ട് പി വെച്ച് തന്നെ നമുക്ക് പ്രിന്റ് ചെയ്യണം. ആ ഒരു മെത്തേഡിനെ പറയുന്നതാണ് ഡീറെഫറൻസ്. അതായത് ഈ പി യൂസ് ചെയ്തിട്ട് എയുടെ വാല്യൂ നമ്മൾ പ്രിന്റ് ചെയ്യിക്കുന്നതിനെ പറയുന്നതാണ് ഡീറെഫറൻസ്. ഓക്കെ, അതായത് പി യൂസ് ചെയ്ത് എയുടെ വാല്യൂ പ്രിന്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ദെൻ നമുക്ക് നോക്കാം. അതായത് എന്തുണ്ട്, ആദ്യം നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മളൊരു പോയിന്റർ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഇൻ സ്റ്റാർ പി അത്തൈൻ എന്തെങ്കിലും അഡ്രസ്, പേയുടെ അഡ്രസ് കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുപോലൊരു സംഭവം ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിയിലുള്ള പി യൂസ് ചെയ്തിട്ട് ഏഡ് അഡ്രസ് പ്രിന്റ് ചെയ്യും. അപ്പൊ അതിനായിട്ട് നമ്മളിപ്പോ ഞാൻ ഇവിടുത്തെ പ്രിന്റ് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്, പ്രിന്റ് സ്റ്റാർ പി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെയാണ് ഡീറെഫറൻസിങ് എന്ന് പറയുന്നത്. ഈ സ്റ്റാർ പി എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഡീറെഫറൻസിങ് എന്ന ഒരു കീവേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇതിനെയാണ് നമ്മൾ ഡീറെഫറൻസിങ് എന്ന് പറയുന്നത്. അതായത് ഈ സംഭവം യൂസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും വെച്ചാൽ നേരെ ഈ ഒരു സംഭവത്തിലേക്ക് എത്തും. ഇതിന്റെ വാല്യൂ നോക്കും, അതൊരു അഡ്രസ് ആണ്. ഈ അഡ്രസ്സിലോട്ട് പോയി ഈ അഡ്രസ്സിൽ എന്ത് വാല്യൂ ആണെന്നത് അത് പ്രിന്റ് ചെയ്യും. ഓക്കെ, ഈ അഡ്രസ്സിൽ 10 എന്ന് പറഞ്ഞ വാല്യൂ ആണുള്ളത്. അപ്പൊ ഈ അഡ്രസ്സിലത്തെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡീറെഫറൻസ്. ഓക്കെ, ഗോട്ട് ഇറ്റ്, സെറ്റ് അല്ലേ? അപ്പോൾ ഇനി അടുത്തത്, ഈ ഒരു പോയിന്റർ യൂസ് ചെയ്യുമ്പോൾ 3 സംഭവങ്ങളാണ് ആക്ച്വലി ഉണ്ടാകും. 3 അല്ല, അതിൽ കൂടുതൽ ഉണ്ടാവും. മൾട്ടിപ്പിൾ പോയിന്റേഴ്സ് ഒക്കെ വരുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പൊ അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഈ 3 സംഭവങ്ങൾ എന്താണ്, അതായത് ഫസ്റ്റ് ഓഫ് ഓൾ പോയിന്ററിന് ഒരു അഡ്രസ് ഉണ്ടായിരിക്കും. അതെങ്ങനെയാണ് നമ്മൾ എടുക്കുക, പോയിന്ററിന്റെ അഡ്രസ് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആംപർസാൻഡ് പി. ഓക്കെ, അപ്പൊ അതായത് ഇവിടെ വന്നിട്ട് നമുക്ക് പോയിന്ററിന്റെ അഡ്രസ് ഉണ്ടായിരിക്കാം. ഞാൻ ഇവിടെ പോയിന്ററിന്റെ അഡ്രസ് /n അഡ്രസ് ഓഫ് പി. അഡ്രസ് ഓഫ് പി പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പി എന്ന് യൂസ് ചെയ്യാം. ആൻഡ് ആംപർസാൻഡ് പി. അപ്പൊ ഇതിന് വരുന്ന അഡ്രസ് എന്താന്ന് നോക്കണം. ഓക്കെ, അപ്പൊ ഞാൻ അതൊന്ന് റൺ ചെയ്യാണ്. നമുക്ക് വേറൊരു അഡ്രസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഏത് അഡ്രസ്? ഇത് പിയുടെ അഡ്രസ്. ഇത് പിയുടെ അഡ്രസ് ആണ്. പിക്ക് ഒരു അഡ്രസ് ഉണ്ടാവുമല്ലോ, അതായത് പിക്ക് ഇവിടെ ഒരു അഡ്രസ് ഉണ്ട്. ഈ അഡ്രസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഇനി പ്രിന്റ് അയക്കുന്നതാണ് വാല്യൂ. അതാണ് നമ്മൾ ഈ വാല്യൂ, ഈ പിയുടെ അകത്തുള്ള വാല്യൂ എങ്ങനെ പ്രിന്റ് ചെയ്യാം. ഇങ്ങനെ വെറുതെ കൊടുത്താൽ മതി. പി അതിൻ്റെ ഉള്ളിൽ ഒരു അഡ്രസ് തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ആംപർസാൻഡ് പി യൂസ്. അപ്പൊ നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇതേ പിയിലിരിക്കുന്നത് ഏഡ് അഡ്രസ് ആണ്. നമുക്ക് ഇനി പ്രിന്റ് അയക്കുന്നത് എന്താണ്, പി യൂസ് ചെയ്തിട്ട് ഡീറെഫറൻസ് ചെയ്തിട്ട് പ്രിന്റ് വാല്യൂ. ഓക്കെ, റെഫറൻസ് ചെയ്ത വാല്യൂ ഓഫ് എ എന്താണ്, നമ്മളിവിടെ പെർസെൻറ്റേജ് പി
ജസ്റ്റ് സ്റ്റാർ പി ഇങ്ങനെയാണ് നമ്മൾ ഡീറെഫറൻസ് ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് 10 എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് കിട്ടും. അവിടെ ഞാൻ ഒരു സ്ലാഷ്. ഓക്കെ, നമുക്കിവിടെ 10 എന്ന് പറഞ്ഞിട്ട് ഔട്ട്പുട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പോയിന്റേഴ്സിന്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അതായത് പോയിന്റർ എന്നൊരു അഡ്രസ് ഉണ്ടായിരിക്കും, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു അഡ്രസ് ആയിരിക്കും. വാല്യൂ എന്ന് പറയുന്നത് അഡ്രസ് ആയിരിക്കും. അതുപോലെ ഡി റെഫറൻസ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്രസ്സിന്റെ വാല്യൂ കിട്ടും. അതായത് നമ്മൾ പോയിന്റ് ചെയ്ത അഡ്രസ്സിന്റെ വാല്യൂ. സോ നിങ്ങൾ ഈ ഒരു ഡയഗ്രാം നോക്കിയിട്ട് സെറ്റ് ആകാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചു ഇത് പോയിന്ററിന്റെ സംഭവങ്ങളൊക്കെ മെയിൻലി പഠിച്ചു. ഇനി നമുക്ക് സിയിൽ തുടങ്ങാം. ഇനി നമുക്ക് C++ലോട്ട് വരാം. ഓക്കെ, C++ൽ എന്തൊക്കെയാണ്? ഓക്കെ, നമ്മളിപ്പോ പോയിന്ററിന്റെ സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. C++ൽ ഈ %d അതുപോലെ അങ്ങനെ സംഭവം ഉണ്ടാവില്ല. ജസ്റ്റ് നമുക്ക് ആ പോയിന്ററിന്റെ വാല്യൂ മനസ്സിലാക്കി. ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത സെയിം സാധനമാണ്. ഞാൻ ഇനി ഇവിടെ റെഫറൻസിൽ വാല്യൂ വാല്യൂ പി. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് പി നോക്കാൻ മതി. ഓക്കെ, വാല്യൂ ഓഫ് എ 10, അത് കഴിഞ്ഞാൽ അഡ്രസ് ഓഫ് എ എന്ന് പറയുന്നതാണ്. അത് കഴിഞ്ഞിട്ട് വാല്യൂ ഓഫ് പി എന്ന് പറയുന്നതാണ് സെയിം ആസ് അഡ്രസ് ഓഫ് പി. ആൻഡ് അഡ്രസ് ഓഫ് പി എന്ന് പറയുന്നത് വേറെ ഏതൊരു അഡ്രസ് ആണ്. അതിന്റെ റെഫറൻസ് ചെയ്ത ഒരു വാല്യൂ എന്ന് പറയുന്നത് 10ആണ്. ഓക്കെ, അപ്പൊ ഇത് സെറ്റ് ആയെന്ന് വിചാരിക്കുകയാണ്. സെറ്റ് അല്ല നിങ്ങൾക്ക്. ഇനി നമുക്ക് ഇതൊക്കെ എങ്ങനെ പാസ് ചെയ്ത് ഒരു ഫംഗ്ഷനിൽ പാസ് ചെയ്തിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഒരു കോഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ കോഡ് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ആൻഡ് ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്കിത് സെറ്റ് ആക്കാം. ഞാൻ ഈ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്യാം. അത് ഇതെടുത്ത് വലിച്ചു വാരിയിരിക്കുന്നു. ഓക്കെ ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ എന്താ പറയുക ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാൻ ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കാണ്. void ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ ഉണ്ടാക്കുകയാണ്. ആൻഡ് ഞാൻ ഈ ഫംഗ്ഷൻ്റെ അകത്തേക്ക് ഇൻറ്റ് a2 എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ബി എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താ പറയാ ഈ ഒരു സാധനത്തിന്റെ വാല്യൂ മാറ്റുക. ഓക്കെ, ബി ആൻഡ് ഞാൻ ഇവിടെ ബി പ്രിന്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ബിയുടെ വാല്യൂ ഒന്ന് +10 ചെയ്യുവാണ്. ബി പ്ലസ് ഈക്വൽ ടു 10 ആൻഡ് ആഫ്റ്റർ ദാറ്റ് ചേഞ്ച് ചെയ്യാണ്. ചേഞ്ച്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ചേഞ്ച്ഡ് വാല്യൂ ഓഫ് ബി. ആൻഡ് നമുക്ക് ഇവിടെ ഈ ഫംഗ്ഷൻ ചേഞ്ച് കോളുന്ന നമുക്ക് എ പാസ് ചെയ്യാം. എ പാസ് ചെയ്തതിനു ശേഷം ഈ എ പ്രിന്റ് ചെയ്യിക്കാം. ഓക്കെ, മെയിൻ ഫംഗ്ഷൻ ചേഞ്ച് ഫംഗ്ഷൻ വാല്യൂ ഓഫ് ബി എന്ന് പറഞ്ഞാണ്. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി വാല്യൂ ഓഫ് എ കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ എ പ്രിന്റ് ചെയ്തു. ലെറ്റ്സ് സീ ഇതിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കാം. ഇപ്പൊ ചേഞ്ച് ഫംഗ്ഷന്റെ ഉള്ളിൽ ബിയുടെ വാല്യൂ 10 ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മളോട് +10 കൊടുത്തു. 10 കൊടുത്തപ്പോൾ ഇവിടെ ബിയുടെ വാല്യൂ എന്തായി 20 ആയി. അത് കഴിഞ്ഞിട്ട് മെയിൻ ഫംഗ്ഷന്റെ ഉള്ളിലത്തെ എയുടെ വാല്യൂ ഇവിടെ 10 തന്നെയാണ്. ഇതുകൊണ്ട് എന്ത് മനസ്സിലാക്കാം, ഇവിടെ നമ്മളൊരു കോപ്പിയാണ് കോപ്പിയാണ് നമ്മളിവിടെ എടുക്കുന്നത്. അതായത് ഈ എ എന്ന് പറഞ്ഞ സാധനത്തിന് ഇവിടെ കിട്ടി, ഇതിന്റെ വാല്യൂ മാത്രമാണ് കിട്ടുന്നത്. ഇവിടെ ഒരു പുതിയൊരു അഡ്രസ് തന്നെയാണ് ക്രിയേറ്റ് ആകുന്നത്. അതെങ്ങനെയാന്ന് ഞാൻ ഇവിടെ കാട്ടി തരാം. അതായത് ഇവിടെ ഇതിവിടെ കിടക്കട്ടെ, ഞാൻ ഇതിവിടെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാണ്. നമുക്കിവിടെ ഒരു അഡ്രസ് അഡ്രസ് ഓഫ് ബി ampersand b എന്റൽ. ഓക്കെ, ആൻഡ് നമുക്കിവിടെ എയുടെ പ്രിന്റ് ചെയ്യിപ്പിക്കാം. അഡ്രസ് ഓഫ് ബി അഡ്രസ് ഓഫ് എ റൺ ചെയ്തപ്പോൾ
okay, we are getting different addresses. Okay, അതായത് ഏഡ് അഡ്രസ്സും വീട് അഡ്രസ്സും ഞാൻ ഏഡ് അഡ്രസ് ഇതാണ്, വീട് അഡ്രസ്. ഓക്കെ, ഇവ ഡിഫറെന്റ് അഡ്രസ്സസ്. അപ്പൊ നമുക്ക് ഇങ്ങനെയല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫംഗ്ഷനുള്ളിൽ ഇതിന്റെ വാല്യൂ മാറ്റണം. അപ്പൊ ഇതിന്റെ വാല്യൂ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഈ സംഭവം ചേഞ്ച് ഞാൻ വിളിക്കുന്നു. ഫസ്റ്റ് ഞാനിവിടെ പുതിയൊരു വേരിയബിൾ ഉണ്ടാക്കുന്നു. ഇതിന്റെ പോയിന്റേഴ്സ് എല്ലാം ഇത് ഫസ്റ്റത്തെ ഒരു മെത്തേഡ് പറഞ്ഞിട്ട് ഡീറെഫറൻസിങ് എന്ന് പറഞ്ഞാൽ മറ്റേ അഡ്രസ് വെച്ചിട്ടുള്ള ഒരു മെത്തേഡ്. അതായത് ആംബർസൺ ഇൻഡ് ആംബർസൺ ലൈക്ക് ടെം സൈൻ എ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ആൻഡ് നമുക്ക് ടെം പ്ലസ് ഈക്വൽ ടു 10 nice open no copy paste automatic value of temp ഇവിടെ temp പ്രിന്റ് എടുക്കണം. and the value is a value of a നമുക്ക് ഇവിടെ എന്താണ് ഓക്കെ, എനിക്കിപ്പോ മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമ്മൾ ടെമ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഇവിടെ അഡ്രസ് വെച്ചിട്ടൊരു സംഭവം ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ ഇവിടെ ടെമ്പിലത്തെ വാല്യൂ മാറ്റി പേറ്റി വാല്യൂ മാറ്റി. ബിക്കോസ് നമ്മൾ ഈ ടെമ്പില് ഏഡ് അഡ്രസ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇത് എങ്ങനെയാണ് ഞാൻ വിഷ്വലി കാട്ടി. ഓക്കെ, ഞാൻ ഈ പോയിന്റേഴ്സ് എടുത്ത് കളയാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ട് വാല്യൂ ചെയ്യും. ഓക്കെ, ഞാനിവിടെ എന്ന് പറഞ്ഞിട്ട് 10 ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാൻ ഇൻഡ് ആംപർസൻഡ് ടെം അസൈൻ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്തുണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇവിടെ ഒരു പുതിയൊരു മെമ്മറി ലൊക്കേഷൻ ക്രിയേറ്റ് ആവുന്നില്ല. പകരം ഇവിടെ എ കോമ ടെം ഇങ്ങനെയാണ് ആക്ച്വലി സംഭവം. ഈ ആഡും ടെമ്പിന്റെയും അഡ്രസ്സ് സെയിം ആയിരിക്കും. ഇങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഈ ആഡും ടെമ്പിന്റെയും അഡ്രസ്സ് സെയിം ആയിരിക്കും. അപ്പൊ നമ്മൾ ടെമ്പിലത്തെ വാല്യൂ മാറ്റിയാലും എയിലത്തെ വാല്യൂ മാറും. ഇത് റെഫറൻസ് ബൈ ആണ് പാസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഇനി ഒരു ഫംഗ്ഷനിലേക്ക് എങ്ങനെ പാസ് ചെയ്തിരിച്ചു. ഓക്കെ, ഞാനിവിടെ ഈ സംഭവങ്ങൾ അൺകമന്റ് ചെയ്യാണ്. ആൻഡ് നമുക്കിവിടെ അഡ്രസ് ഓഫ് ബി, അതായത് ഇവിടെ അഡ്രസ്സും വേണം വാല്യൂ ഓഫ് എ and address of a. എന്നിട്ട് ഞാൻ ഈ ചേഞ്ച് ഫംഗ്ഷനിലേക്കാണ്. ചേഞ്ചിൽ എ പാസ് ചെയ്യുവാണ്. എ പാസ് ചെയ്തതിനു ശേഷം ഞാൻ ഇവിടെ ബിയുടെ ഇവിടെ റെഫറൻസ് നമ്മൾ ആ ടെമ്പിന്റെ ചെയ്ത് സെയിം പരിപാടി ഇവിടെ ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ എടുക്കുവാണ്. ഞാൻ നമുക്കിവിടെ ബിയുടെ വാല്യൂ മാറ്റാം. അഡ്രസ് ഓഫ് ബി. ഓക്കെ, ലെറ്റ്സ് സീ ഗൈസ്. നമുക്ക് ഇത് ഇവിടെ വേണ്ടി വരില്ല. ഓക്കെ, ഇതും വേണ്ടി വരും. ഇവിടെ ജസ്റ്റ് ആ വാല്യൂ മാത്രം മതി. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും എയുടെയും ബിയുടെയും വാല്യൂ സെയിം ആണ്. രണ്ടിലും വാല്യൂ മാറിയതും എന്താണ് സെയിം ആണ്. സോ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ആംപർസൻഡ് യൂസ് ചെയ്തിട്ട് വാല്യൂ പാസ് ചെയ്യാൻ പറ്റും. അതാണ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ആൻഡ് മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മെത്തേഡ് നോക്കി രണ്ടാമത്തെ മെത്തേഡ് നോക്കി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതൊരു പോയിന്റർ ആയിട്ടാണ് ഞാനിപ്പോൾ ഈ ഫംഗ്ഷൻ കമന്റ് ചെയ്യുന്നത്. ഫംഗ്ഷൻ ഈ രണ്ട് വേർഡുകളുണ്ട്. അതായത് അഡ്രസ് ഓഫ് എ എന്ന് പറയുന്നത് എന്താ പറയാ, ഇതാണ് ഒരു അഡ്രസ് ഉണ്ട്. അതുപോലെ വാല്യൂ ദെൻ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു പോയിന്റർ സ്റ്റാർ പി ഈക്വൽ ടു ആംപർസൻഡ് എ അഡ്രസ് സേവ് ചെയ്യുകയാണ്. ആൻഡ് നമ്മൾ ഈ പിയിലത്തെ വാല്യൂ മാറ്റി സ്റ്റാർ പി പ്ലസ് ഈക്വൽ ടു 10 ഇങ്ങനെ വന്നിട്ട് നമ്മൾ പിയുടെ വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്തു.
അല്ലെങ്കിൽ എയുടെ വാല്യൂ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 കൂടിയിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടില്ല. അതായത് നമ്മളിപ്പോൾ ഡീറെഫറൻസ് ചെയ്തിട്ട് ആ ഒരു അഡ്രസ്സിന്റെ ഉള്ളിലത്തെ വാല്യൂ മാറ്റുക. അതായത് ഇവിടെ കിട്ടുക, ഇവിടെ ഇത് റെഫറൻസ് ചെയ്തിട്ട് ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 10 പ്ലസ് 10 എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത് അല്ലെ. അതായത് പി സ്റ്റാർ പി പ്ലസ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ പി 10 പ്ലസ് 10. അതായത് ഞാൻ ഇവിടെ ഇത് നിങ്ങൾ കണ്ടിട്ട് ഇതാക്കല്ലേ പി ഇങ്ങനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇത് സിമ്പിൾ ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഓക്കെ, ഇങ്ങനെയാണ് പ്ലസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റാർ പി അസൈൻ സ്റ്റാർ പി പ്ലസ് 10, അതായത് 10 പ്ലസ് 10 എന്നാണ് ഇവിടെ 10 പ്ലസ് 10 എന്ന് പറഞ്ഞിട്ട് ആ വാല്യൂ അതിൽ തന്നെ മാറ്റുവാണ്. ഓക്കെ, ഇവിടെ 20 ആക്കുകയാണ്. 20 ആക്കിയതിന് ശേഷം നമ്മളിവിടെ എ പ്രിന്റ് ആക്കിയാണ്. അപ്പൊ എയുടെ വാല്യൂ ഇപ്പൊ എത്ര വരുന്നത്? 20 നമുക്ക് വരാൻ നോക്കാം. എന്താണ് മിസ്റ്റേക്ക്? ഡസ് നോട്ട് റണ്ണർ 1 ഒന്നാമത്തെ ലൈനിൽ ആണോ? നമുക്കിവിടെ ഔട്ട്പുട്ട് ഇട്ടിട്ടുണ്ട് 20 എന്ന് പറഞ്ഞ ഔട്ട്പുട്ട്. ഇനി നമുക്ക് ഇതൊരു ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്തോക്കാം. ഈ സെയിം മെത്തേഡ് ഞാൻ ഈ സാധനം സെയിം ആയിട്ട് ഫംഗ്ഷനിൽ പാസ് ചെയ്യും. ഞാൻ ഇവിടെ ഈ സാധനം കമന്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, എന്റെ ഈ ഫംഗ്ഷനാണ് കമന്റ് ചെയ്യുന്നത്. ഈ ഒരു പരിപാടി, ഈ ഒരു സംഭവം ഇത് നമ്മൾ ചേഞ്ചിന്റെ അകത്ത് അകത്തേക്ക് എനെ പാസ് ചെയ്തു. ആൻഡ് നമ്മളിവിടെ ഒരു സ്റ്റാർ പോയിന്റ് ക്രിയേറ്റ് ചെയ്യാണ്. സ്റ്റാർ ബി സ്റ്റാർ ബി ആൻഡ് ബിയുടെ അഡ്രസ് നോക്കാം, എയുടെ അഡ്രസ് ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ വാല്യൂ മാറ്റുമ്പോൾ ഇവിടെ സ്റ്റാർ ഇങ്ങനെ കൊടുക്കും. അതായത് ഇവിടെ സ്റ്റാർ ബി പ്ലസ് ഈ സംഭവത്തോട് നമുക്ക് രണ്ടിനും വാല്യൂ എയുടെ വാല്യൂ മാറുന്നു. ജസ്റ്റ് ഒരു ഫംഗ്ഷന്റെ ഉള്ളിലേക്ക് മാറ്റുന്ന പരിപാടിയാണ്, അതൊന്നുമില്ല. യാ, നമുക്ക് അഡ്രസ്സ് സെയിം ആണ് വരുന്നത്. അതായത് ബിയുടെ അഡ്രസ് എന്ന് പറഞ്ഞാൽ വേറെയാണ് അല്ലെ. കാരണം എന്താണ്, നമ്മൾ പോയിന്റർ ആണ് ക്രിയേറ്റ്, ബിക്കോസ് പക്ഷെ വാല്യൂ വരുന്നത് എന്താണ്, സെയിം അല്ലെ. അതായത് ഇതിന്റെ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പോയിന്ററിന് വേറൊരു അഡ്രസ് ആയിരിക്കും, കണ്ടില്ലേ? പോയിന്ററിന് വേറൊരു അഡ്രസ് ആയിരിക്കും. ആ ഒരു അഡ്രസ് ആണ് നമ്മൾ ഇവിടെ പ്രിന്റ്. അപ്പോൾ ആ ഒരു അഡ്രസ് എന്ന് പറഞ്ഞാൽ വേറെ അഡ്രസ്. നിങ്ങൾക്ക് പി തന്നെ കൊടുക്കണം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാണ്ടിരിക്കും. എനിക്ക് പി പോയിന്റ് എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ കൺഫ്യൂഷൻ വരും. നിങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാണുന്നു. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എ ഉണ്ട്. ഇത് കഴിഞ്ഞാല് നമ്മൾ എയുടെ അഡ്രസ് പാസ് ചെയ്യുവാണ്. അതിന്റെ ഇവിടെ ഒരു പോയിന്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണ്. പോയിന്റ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് അഡ്രസ് നമ്മൾ ഇത് തെറ്റ് കൊടുക്കണം. ഇതെന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ഉദ്ദേശം ആക്ച്വലി ഇവിടെ വരുന്ന ഇതാണ് ഈ ഒരു ഫംഗ്ഷന്റെ ഉള്ളിലേക്ക് ഈ വാല്യൂ അസൈൻമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നതിന് ശേഷം നമ്മൾ ഇതിന്റെ വാല്യൂ മാറ്റുകയാണ്. ഇവിടെ ഇപ്പൊ മാറ്റുവാണ്. നമുക്ക് ഇതൊന്നും റൺ ചെയ്ത്, അതായത് പി അഡ്രസ് വേറെ ആയിരിക്കും. അഡ്രസ് ഓഫ് പി എന്ന് പറഞ്ഞ വേറെ രണ്ടു അഡ്രസ്. ചേഞ്ച് വാല്യൂ എന്ന് പറയുന്നത് എയുടെ അഡ്രസ് ആയിരിക്കും ഈ പിയുടെ വാല്യൂ എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ എയുടെ വാല്യൂ നമ്മളിവിടെ മാറ്റില്ല, പിയുടെ വാല്യൂ മാറ്റി എയുടെ വാല്യൂ. ദ കൺക്ലൂഷൻ ഈസ് രണ്ട് രീതിയിൽ ക്രോസ് ബൈ വാല്യൂ, കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ സ്ക്വയറിന്റെ സാധനം, അതായത് കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ് രണ്ട് രീതിയിൽ, അതായത് 3 രീതിയിലാണ്. അതായത് കോൾ ബൈ വാല്യൂ കോപ്പിയാണ്, ഒരു വേരിയബിൾ കോപ്പി ആയിരിക്കും. കോൾ ബൈ റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ഒരു അഡ്രസ് ആയിരിക്കും പാസ് ചെയ്യാൻ. പോയിന്റർ ആർഗ്യുമെന്റ് നമ്മൾ പോയിന്റർ ആയിരിക്കും അതിൽ റിസീവ് ഓപ്പറേഷൻ നമ്മൾ കണ്ടാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ പോയിന്റേഴ്സിൽ മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. ഇത് കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, നമ്മൾ ഇത് മൊത്തത്തിൽ കവർ ചെയ്യുന്നത്.
സോ ഇത് വോയിഡ് പോയിന്റേഴ്സ് എന്താണ് അതിനെ കുറിച്ച് ചെറിയൊരു കോംപ്ലിക്കേറ്റ് ആയിട്ട് നോക്കും. വോയിഡ് പോയിന്റേഴ്സ് ഞാൻ അടുത്തൊരു ഇതിൽ പറഞ്ഞുതരാമെങ്കിൽ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കും. ഇതിൽ വരുന്ന വേറൊരു സംഭവം നിങ്ങൾക്ക് പല ഡാറ്റ ടൈപ്പ് നമുക്ക് പോയിന്റ് സേവ് ചെയ്യാം. ലൈക്ക് നമ്മളിപ്പോ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാം ആൻഡ് നോഡ് ഇന്റെ ഡാറ്റ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ ഡാറ്റ മാത്രം ക്യാരക്ടർ ഹായ് എന്ന് പറഞ്ഞു ഹായ് എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടർ എന്നിട്ട് ഞാൻ ഈ നോഡിന്റെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തു സ്ട്രക്ചർ TPP അതാണ് നോഡ് ഹായ് ഹായ് നോഡ് 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 എന്താ പറയാ എന്താ ക്രിയേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നോഡ് ഡോട്ട് ഡാറ്റ ഇവിടെ നമ്മള് ന്യൂ നോഡ് ന്യൂ കീവേഡ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെ നോക്കാം വർക്കാവും തിങ്ക് ഇറ്റ് ലോ ഓക്കെ ന്യൂവിന്റെ സംഭവം ഞാൻ പറഞ്ഞുതരാം ആൻഡ് എ ഡോട്ട് ഹായ് അസൈൻ നമുക്ക് ഇവിടെ ഓൾറെഡി അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നോക്കിയല്ല ഇവിടെ ഒരു എച്ച് പറഞ്ഞു എന്നിട്ട് നമുക്ക് ഇത് പ്രിന്റ് ചെയ്യാം ഡാറ്റ ഡാറ്റ അല്ലെങ്കിൽ ഹായ് ഓ ഹായ് ഇങ്ങനെ ഔട്ട്പുട്ട് വരണം ഓക്കെ നമ്മളിവിടെ സിംബിളും ഓക്കെ അപ്പൊ നമുക്കിവിടെ ഡാറ്റ 10 എന്നും അതുപോലെ ഓക്കെ നമ്മളിവിടെ ഡാറ്റ 10ഉം ഇത് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക ജസ്റ്റ് ഞാൻ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഈ സ്ട്രക്ചറിന്റെ ഉള്ളിൽ ഒരു പോയിന്റർ എങ്ങനെ വെക്കാന്നോ അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ലിറ്റിൽ ബിറ്റ് കോംപ്ലക്സ് അത്രയ്ക്ക് വലിയ ഇതാക്കുന്നതാണ് എനിക്കും അത്യാവശ്യം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഡിക്റ്റേഴ്സ് ആണ് ഓക്കെ അപ്പോൾ നമ്മളൊരു പോയിന്റർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് ചാർ നമ്മൾ ആദ്യം ഒരു നോഡ് എ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടുകയാണ് കഴിഞ്ഞിട്ട് നോഡ് സ്റ്റാർ പി അസൈൻ ആൻഡ് നമുക്ക് ഈ രണ്ടിന്റെ അഡ്രസ്സ് ഉണ്ട് അഡ്രസ് ഓഫ് എ A then have address of P ampersand P and then okay we get different addresses but നമുക്ക് ഇതിന്റെ value of P നോക്കാം value of P എന്ന് പറയുമ്പോൾ എയുടെ വാല്യൂ ആണ് value of P okay we got value P എന്ന് പറഞ്ഞിട്ടുണ്ട് ആൻഡ് നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് സ്ട്രക്ചർ വെച്ചിട്ട് എന്താണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഓക്കെ അതാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് സ്ട്രക്ചറും പോയിന്ററും വെച്ചുള്ള സംഭവങ്ങൾ എന്താണ് നമ്മൾ എന്തിനാണ് നോഡ് സ്റ്റാർ പി എന്ന് കൊടുത്തത് നോഡ് സ്റ്റാർ പി എന്ന് കൊടുക്കുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് വി നീഡ് ടു ക്രിയേറ്റ് സ്ട്രക്ചറിന്റെ ഒരു പ്രത്യേകത ഞാൻ ഓക്കെ സ്ട്രക്ചർ ആക്ച്വലി ഒരു ഇതിൽ സേവ് ചെയ്യുന്ന സമയത്ത് ഇൻഡിന് 4 ബൈറ്റ്സ് അത് ഡിപ്പെൻസ് ആണ് 64 ആയതുകൊണ്ട് 8 ബിറ്റ് ബൈറ്റ്സ് എടുക്കും
8 ബിറ്റ്സ് എടുക്കാൻ ചാൻസ്. ഓക്കെ. ആൻഡ് ക്യാരക്ടറിന് 1 ബൈറ്റ്സ് ആണ് ഓക്കെ എടുക്കുന്നത്. ടോട്ടലി എത്ര എടുക്കും? 5 ബൈറ്റ്സ് ആയിരിക്കും. 4 ബൈറ്റ്സ് ആയിരിക്കും എടുക്കാം. 5 ബൈറ്റ്സ് ഓക്കെ. ഇത്ര ആയിരിക്കും. അപ്പൊ നമ്മളൊരു പോയിന്റർ ക്രിയേറ്റ് ചെയ്യും. ഇത്ര ബൈറ്റ് ഉള്ള പോയിന്റർ സേവ് ചെയ്യണം. കാരണം ഇതിന്റെ അഡ്രസ്സിന് ഇത്രയ്ക്ക് സൈസ് ഉണ്ടായിരിക്കും. ഓക്കെ, ലൈക്ക് അവിടെ പറഞ്ഞുതരാം. ഇതിനെ കോപ്പി എടുക്കാമല്ലോ. ഓക്കെ, നോഡ് നോഡ് വെച്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എത്രയാണ്? ഇവിടെ നോഡിന് 5 ബൈറ്റ്സ് ആണ് വരുന്നത് അല്ലെ? നോഡ് നോഡ് എന്നല്ല, നിനക്ക് ഇഷ്ടമുള്ള പേര് യൂസ് ചെയ്യാം. 5 ബൈറ്റ്സ് ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഈ ഒരു സാധനത്തിന് വരുന്നത് എന്ന് പറഞ്ഞാല് 5 ബൈറ്റ്സ് ഉള്ള ഒരു അഡ്രസ് ആണ്. ഇതിപ്പോ കുറച്ചും കൂടി വലുതായിരിക്കും. ഓക്കെ, പഴയതിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി വലുതായിരിക്കും. ആൻഡ് അപ്പൊ ഈ പോയിന്ററിനും ഇത്രയ്ക്ക് വലിയൊരു അഡ്രസ് തന്നെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്പേസ് വേണം. ഓക്കെ, അപ്പൊ കറക്റ്റ് എന്നാലാണ് ഈ ഒരു സാധനത്തിന്റെ കാര്യങ്ങളൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം പോയിന്റർ എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് ഇതിൽ വെച്ച് തന്നെ നമുക്ക് അതിന്റെ റെഫറൻസ് കാര്യങ്ങളൊക്കെ മാറ്റണം. അതായത് അപ്പോ ഇതിന്റെ അഡ്രസ് എന്ന് പറയുന്നത് ഇത്രയ്ക്ക് വലിയൊരു അഡ്രസ് ആയിരിക്കും. സോ മീൻസ് ഇത് ആ ഒരു ഡാറ്റ ടൈപ്പിൽ വെച്ച് തന്നെ നമുക്ക് ഈ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യാം. അതായത് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത പോലെ അൺസൈൻഡ് ഇന്റിജർ വെച്ച് ഗേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ഡീറെഫറൻസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഡീറെഫറൻസിങ് എന്ന് പറഞ്ഞ പരിപാടി ചെയ്യും. ആ സെയിം ഡാറ്റ ടൈപ്പിൽ വെച്ച് തന്നെയാണ് നമുക്ക് ഡീറെഫറൻസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ ഈ നോഡ് ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യും പുതിയൊരു ഡാറ്റ ടൈപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ് ഈ നോഡ് എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പ്. അപ്പൊ ഈ ഡാറ്റ ടൈപ്പിന്റെ എന്ത് ക്രിയേറ്റ് ചെയ്യണം? ഒരു റെഫറൻസ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൽ ഇതാക്കാൻ പറ്റും. നേരത്തെ നമ്മൾ ഡാറ്റ പ്രിന്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് പി വെച്ചിട്ട് നമുക്ക് വാല്യൂസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ കാട്ടിത്തരാം. നമ്മൾ നേരത്തെ പ്രിന്റ് ചെയ്ത ഒരു എയുടെ സംഭവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇനി ഈ എ വെച്ചിട്ട് മാറ്റിയത് ഞാൻ അവിടെ പി വെച്ചിട്ട് മാറ്റാൻ പോകുന്നത്. നോഡ് സ്റ്റാർ പി അസൈൻ പ്രസന്റ് എ ആൻഡ് എന്ത് ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് പി നമുക്കിങ്ങനെ സ്റ്റാർ പി ഡോട്ട് ഡാറ്റ അങ്ങനെ കൊടുക്കാം. സ്റ്റാർ പി ഡോട്ട് ഡാറ്റ ഇസ് ഈക്വൽ ടു 10 ആൻഡ് സ്റ്റാർ പി ഡോട്ട് ഐ ഇസ് ഈക്വൽ ടു എച്ച് ഇങ്ങനെ കൊടുക്കാം. നോക്കാം, ഇങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങളിവിടെ ഒരു പാരന്റസിസ് എടുക്കാം. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. എനിക്ക് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കാൻ ഇഷ്ടമല്ല. ഞാൻ ഇത് വേറെ മെത്തേഡ് ഉണ്ട്, അങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത്. ഈ ഗോട്ട് ഔട്ട്പുട്ട് ഡാറ്റ എ 10ഉം എ എച്ച് ആയിട്ടും എയുടെ വാല്യൂ മാറിയിട്ടുണ്ട്. അല്ല, എ ആണ് നമ്മളിവിടെ പ്രിന്റ് ചെയ്തിരുന്നത്, പി വെച്ചിട്ടാണ് നമ്മൾ വാല്യൂ മാറ്റിയത്, പക്ഷെ എയുടെ വാല്യൂ മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്യുന്നേക്കാളും ഈ ഒരു ഫോർമാറ്റിനേക്കാളും എനിക്ക് ഇഷ്ടം നമുക്ക് എയറോ ഓപ്പറേറ്റർ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാം. ഈ ആരോ ഇങ്ങനെ യൂസ് ചെയ്യാം. ഈ ഇങ്ങനെ യൂസ് ചെയ്തിട്ട് സെയിം ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ദെൻ ഹിയർ കംസ് ദ കോംപ്ലക്സ് പാർട്ട്. നമ്മുടെ ലാസ്റ്റത്തെ സംഭവം കൂടി നോക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഇംഗ്ലീഷിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഒരു ലാസ്റ്റ് സംഭവം കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഐ ഡോണ്ട് നോ ഹൗ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഓക്കെ, നമ്മളിപ്പോ ഇപ്പോ സ്റ്റാക്കിനെ പറ്റി ഈ സംഭവങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നത് സ്റ്റാക്കിലാണ്. എന്തുകൊണ്ടാണ് ഇതൊക്കെ സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്യുന്നത്? നമ്മൾ ഇതുവരെ മാലോ ക്യാനോ ഒന്നും ഇതൊക്കെ യൂസ് ചെയ്താൽ മാത്രമാണ്, സോറി സൗണ്ട് ചിലപ്പോൾ പോയിട്ടുണ്ടാവും, അതൊക്കെ യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്താ പറയാ നമ്മുടെ കറക്റ്റ് ആയിട്ട് ഒരു സംഭവങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. ഒരു ഹീപ്പിന്റെ ഫങ്ഷനാലിറ്റി കിട്ടത്തുള്ളൂ. അപ്പൊ ഹീപ്പിന്റെ ഫങ്ഷനാലിറ്റി കിട്ടാൻ വേണ്ടി സി പി പിയിൽ നമുക്കുള്ള ഒരു ഓപ്പറേറ്റർ ആണ് ന്യൂ ഓപ്പറേറ്റർ. അപ്പൊ നമുക്ക് ഈ ഒരു സംഭവം ഇങ്ങനെ ന്യൂ ഓപ്പറേറ്റർ വെച്ച് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ന്യൂ ഓപ്പറേറ്റർ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാൻ വെച്ചാൽ ഒരു പുതിയൊരു ഇവിടെ നമ്മൾ എ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പുതിയൊരു ഇതായിരിക്കും ന്യൂ 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 എ. അപ്പൊ ഈ ഒരു സംഭവം സ്റ്റോർ ആകുമ്പോൾ എവിടെയാണെന്ന് വെച്ചിട്ട് ഹീപ്പിലായിരിക്കും. ഇതെങ്ങനെയാ ഞാൻ പറഞ്ഞുതരാം. ആൻഡ് നമ്മൾ ഈ പോയിന്റർ ഇതിന്റെ അഡ്രസ് നമ്മളിവിടെ സ്റ്റോർ ചെയ്യുന്നു.
Let's see how it is seeing on. Hmm, something is wrong. Give me a minute. Okay, I was not declared any. ഇവിടെ new node എന്ന് കൊടുക്കുന്ന ഞാൻ ഒന്ന് കറക്റ്റ് ഞാൻ സിൻടാക്സ് കറക്റ്റ് ഓർമ്മയില്ല. കറക്റ്റ് ഡൈനാമിക് അലോക്കേഷൻ. നമ്മളിപ്പോ എന്താ പറയാ ഹീപ്പില് ചെയ്യുമ്പോ എന്താ ചെയ്യുന്നത്? ഹീപ്പിലേക്ക് ചെയ്യുമ്പോൾ ആദ്യം നമ്മളൊരു ന്യൂ നോഡ് ഇങ്ങനെയാണ് നമ്മൾ ഡൈനാമിക് ക്രിയേറ്റ് ആക്കി ന്യൂ നോഡ് അസൈൻ എ സ്റ്റാർട്ട് ബി. ഇതൊരു പോയിന്റർ എ എന്ന് പറയുന്നത് പോയിന്റർ ആണ്. ആൻഡ് ഈ എ എന്ന് പറഞ്ഞ പോയിന്റർ നമ്മൾ ഇതിലാക്കുക. ഇത് ശരിക്കും നമുക്ക് ഈ ഒരു ലൈനിന്റെ ആവശ്യം നമുക്ക് ഇവിടെ വെച്ച് നേരെ മാനിപ്പുലേറ്റ് ബിക്കോസ് എ ഇസ് ഓൾറെഡി എ എന്ന് പറഞ്ഞ സാധനം ഓൾറെഡി ഒരു പോയിന്റർ ആയിട്ട് എന്താ ഞാൻ പറഞ്ഞത്? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു സ്ട്രക്ചർ നോഡ് നോക്കി സ്ട്രക്ചർ ക്രിയേറ്റ് നമുക്ക് ഇവിടെ വിഷ്വലൈസ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ സ്ട്രക്ചർ നോഡ് എന്ന് പറഞ്ഞു സ്ട്രക്ചർ നോഡ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ. ഓക്കെ, നമ്മൾ ആദ്യം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഒരു സാധനത്തിന് സ്പേസിൽ ഇതിനിപ്പോ എടുക്കുന്ന സ്റ്റോറേജ് എത്രയാണ്? 5 ബൈറ്റ്സ് ആണ്. 5 നമ്മൾ ഇന്നലെ ഹീപ്പിൽ പഠിച്ചു. ഇത് ഹീപ്പ് ആണെന്ന് പറഞ്ഞു. നമ്മൾ തന്നെ സ്റ്റാക്ക് അല്ല യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ ഹീപ്പ് എന്നാണ്, അല്ലെങ്കിൽ ഇവിടെ ഹീപ്പ് എന്ന് പറഞ്ഞ സ്റ്റാക്ക്. ഇത് ഹീപ്പ്. ഹീപ്പ് എന്ന് പറഞ്ഞ വലിയ മെമ്മറിയാണ് നമ്മുടെ ഹീപ്പ്. ഹീപ്പ് ഇത് ഹീപ്പാണ്. ഓക്കെ, നമ്മുടെ കയ്യിൽ ഇവിടെ ഈ ഒരു സാധനം നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് ഡാറ്റ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? അത് ഇവിടെ ഇങ്ങനെ 5 ബൈറ്റ്സ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഒരു പോയിന്റ് ഇവിടെ ക്രിയേറ്റ്. ഓക്കെ, നമ്മളിവിടെ ഒരു പോയിന്റ് ആണ് ക്രിയേറ്റ് ഏന്ന് പറഞ്ഞു പോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഏത് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് ഒരു അഡ്രസ് ആയിരിക്കും. അപ്പൊ അഡ്രസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഹീപ്പിൽ കുറച്ച് മെമ്മറി ഉണ്ടാക്കണം. അപ്പോൾ ഈ ഒരു സാധനത്തിന് സ്റ്റോർ ചെയ്യാനുള്ള ഒരു 10 ബൈറ്റ്സിന്റെ സാധനം നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് വിത്ത് ആൻ അഡ്രസ്. ഓക്കെ, ഇതിനൊരു അഡ്രസ് ഉണ്ടായിരിക്കും. ഇതിന്റെ അഡ്രസ് മേ ബി ഇതിന്റെ അഡ്രസ് ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ആയിരിക്കും. എക്സ് ലൈക്ക് ദിസ്. മേ ബി ഇതിന്റെ അഡ്രസ് പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും. ഇതിൽ എത്ര ബൈറ്റ്സ് ഉണ്ടായിരിക്കും? 5 ബൈറ്റ്സ് ആയിരിക്കും ഇതിന്റെ സ്റ്റോറേജ്. ഇതെങ്ങനെയാണ് ഹീപ്പിൽ സ്റ്റോർ ചെയ്യണമെന്ന് കാട്ടിയായിരുന്നു. ഇത് നേരത്തെ നമ്മൾ സ്റ്റാക്കിലാണ് സ്റ്റോർ ചെയ്തത്, നമ്മൾ ഇനി ഹീപ്പിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഹീപ്പ് സ്റ്റാക്ക് അറിയാത്തവരാണ് ഞാൻ വീഡിയോ വേഗം കണ്ടിട്ട് വരാം. ഇപ്പോൾ 5 ബൈറ്റ്സിന്റെ ഒരു സ്റ്റോറേജ് അലോക്കേഷൻ നമ്മൾ എന്ത് വെച്ച് ഈ ന്യൂ കീബോർഡ് വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അഡ്രസ് ഉണ്ട്, ഈ അഡ്രസ് നമ്മൾ ഇവിടെ വാല്യൂ ആയിട്ട് സ്റ്റോർ ചെയ്യണം. ഏതില്? നമ്മളിപ്പോ എ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വാല്യൂ ആയിട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. എയില് എ എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് ഈ ഒരു എന്താ പറയാ ഇതിന്റെ വാല്യൂ സ്റ്റോർ ചെയ്ത്. ഓക്കെ, ആൻഡ് ഈ ഒരു സംഭവത്തേക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഇതിന്റെ വാല്യൂസ് ആക്സസ് ചെയ്തിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യണം. ഇത് നമുക്ക് വർക്ക് ആവുന്നതായി നോക്കാം. ഓക്കെ, ഇറ്റ്സ് വർക്കിംഗ് ഫൈൻ. ആൻഡ് ഇതിൽ ഇനി എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ 2 പ്രോസസ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഇങ്ങനെയാണ് ക്രിയേറ്റ് ആവുക. ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ഇൻറ്റും ക്യാറും ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ആവും. ഓക്കെ, ഇൻറ്റ് ഇത് ന്യൂ കീവേഡ് യൂസ് ചെയ്യുന്നതിന്റെ പ്രത്യേകതയാണ്. ന്യൂ കീവേഡ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ സീൽ ഇന്നലെ ചെയ്ത പോലെ ചെയ്യേണ്ടി വരും. അതായത് നമ്മൾ ഇന്നലെ സീൽ ചെയ്തുല്ലോ, അതുപോലെ ആദ്യം ഒരു ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഉണ്ടാക്കിയതിന് ശേഷം ആ അലോക്കേഷൻ എടുത്ത് ഏതെങ്കിലും ഒരു വാരിയബിളിന്റെ ഇതിലേക്ക് വെക്കേണ്ടി വരും. അതായത് ടൈപ്പ് കാസ്റ്റ് ചെയ്ത് വെക്കേണ്ടി വരും. ഇതിൽ ടൈപ്പ് കാസ്റ്റിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ടൈപ്പ് കാസ്റ്റ് ഒക്കെ ചെയ്ത് ഇങ്ങനെ തരുന്നുണ്ട്. നമുക്ക് ഇത് ജസ്റ്റ് യൂസ് ചെയ്യാന്നുള്ള പരിപാടി മാത്രം. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മെമ്മറി എന്ന് പറഞ്ഞാൽ ഹീപ്പിലത്തെ മെമ്മറിയാണ്. അങ്ങനെയാണ് നമ്മൾ ഹീപ്പിൽ പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പോയിന്റേഴ്സിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹീപ്പിൽ മെമ്മറി സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പോയിന്റേഴ്സിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹീപ്പിൽ നമുക്ക് മെമ്മറി സ്റ്റോർ ചെയ്തിട്ട് അത് റെഫറൻസ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഹീപ്പിൽ നിങ്ങൾ മെമ്മറി സ്റ്റോർ ചെയ്യുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഫ്രീ ചെയ്യണം. ആ ഫ്രീ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഒരു സാധനം യൂസ് ചെയ്യുന്നത്. ഡിലീറ്റ് എന്ന് പറഞ്ഞ കീവേഡ് നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യണം. ഇത് യൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാമിൽ മെമ്മറി കൂടിയിട്ട് ആ വെറുതെ കുറെ സ്പേസ് ഇതായി പോകും. അപ്പോൾ അത് നിങ്ങൾ ആസ് എ പ്രോഗ്രാമർ നിങ്ങൾ ന്യൂ കീവേഡ് യൂസ് ചെയ്യുന്നെങ്കിൽ ആ ഒരു ന്യൂ കീവേഡ് യൂസ് ചെയ്ത് വെച്ച പോയിന്റർ ഡിലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ആ ഒരു മെമ്മറി അലോക്കേഷൻ ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് നിങ്ങൾ മറക്കരുത്. അപ്പൊ ഇത്രയാണ് നമുക്ക് പോയിന്റേഴ്സിന്റെ യൂസ്. പോയിന്റേഴ്സ് മെയിൻലി ഇപ്പോൾ എന്താണ് എനിക്ക് യൂസ് കേസ് എന്ന് മനസ്സിലായിരുന്നു. ഹീപ്പിൽ നമുക്കൊരു സ്റ്റോറേജ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു കോൺസെപ്റ്റ് വെച്ചാണ് നമുക്ക് ഹീപ്പ് വെച്ചിട്ട് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റ് അതുപോലെ സാധനങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നോർമലി അറേ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാക്കിൽ യൂസ് ചെയ്തിട്ടാണ് അറേ യൂസ് ചെയ്യുക. ബട്ട് നിങ്ങൾക്ക് ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഹീപ്പിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ വാല്യൂസ് എൻ്റർ ചെയ്തും അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അറേ നിങ്ങൾക്ക് ഹീപ്പിൽ വെച്ച് ചെയ്യാൻ പറ്റും. ബട്ട് മോർ ഓവർ പെർഫോമൻസ് വൈസ് എല്ലാം നോക്കുമ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് ആണ് ഓപ്ഷൻ പറ്റും. നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ ലിങ്ക്ഡ് ലിസ്റ്റ് ആയിട്ട് നോക്കും. ആൻഡ് ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആവുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു കിട്ടിക്കാച്ച് വീഡിയോയിൽ കാണാൻ ബൈ ബൈ ഗൈസ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.